ആകാശവാണി. കടലാസിന്റെ വീരപരാക്രമങ്ങൾ. രചന ജമാൽ കൊച്ചങ്ങാടി. അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര, വിനീത് തിക്കോടി, വി കെ ഭാസ്കരൻ, കെ എൻ റോഷൻ ബിജ്ലി, ഗ്ലോറി ജോർജ്, എൽ സി മാത്യു, ഗിരിജ രവീന്ദ്രൻ, സാം തോമസ്, എൻ എം വാസു. സംവിധാനം പുഷ്പ. എന്താ ഇന്നലെ എത്ര തൂക്കം ഉണ്ടായിരുന്നു? ഇന്നലെ 100 കിലോ ഉണ്ടായിരുക്ക. എല്ലാം പത്രക്കടലാസാ? അല്ലക്ക, പത്രാപ്പീസിലെ ചവറ്റുകൊട്ട സാഹിത്യം ഉണ്ടായിരുന്നു. ആ കണ്ടം കടലാസാ? എന്തിനാ അത്? കച്ചവടത്തിന് പറ്റുവോ? അതൊക്കെ പറ്റൂക്ക, ചുളുവിലക്ക് കിട്ടിയതല്ലേ. അതില് നല്ല 1ാം ക്ലാസ് കഥയും നോവലൊക്കെ ഉണ്ടാവും. നീ ഇതും വായിച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കാൻ നോക്കും. എടാ ബലാലേ, നമുക്ക് വിറ്റ് കായുണ്ടാക്കാനുള്ളതാ നിന്റെ ഒരു ഒടുക്കത്തെ സാഹിത്യം. എനിക്കൊരു ഐഡിയ തോന്നുക, ഈ പത്രാധിപന്മാര് ചവറ്റുകൊട്ടയിലിടുന്ന കഥയും നോവലും കൊണ്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയാലോന്ന്. നീ ഒന്ന് പോടാറുന്നു. നടക്കണ വല്ല കാര്യമുണ്ടെങ്കിൽ പറ. നിന്റെ ഓരോരോ ഐഡിയകൾ. വല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജനിക്കേണ്ട ഞാൻ ഇവിടെ ആയിപ്പോയി. അല്ലെങ്കിൽ കാണാൻ എന്റെ ഐഡിയന്റെ വില. ശരിയാടാ, ഈ 21ാം നൂറ്റാണ്ടിൽ ജനിക്കൊണ്ടവനാ നീ. ഞങ്ങളൊക്കെ കഷ്ടകാലം കൊണ്ടാ നീ ഇവിടെ ആയിപ്പോയത്. ആ, അതാണ് കവി പാടിയത്. എന്ത്? പരിതാപമിതേ ഹാ ജീവിതമേ. നിർത്തടായിരുന്നു. എപ്പം നോക്കിയാലും കളിയുമ്പോ കളി തന്നെ. ആ, പിന്നെന്തൊക്കെയുണ്ട്? പുസ്തകങ്ങള്. അതെന്തിനാടാ തൂക്കി വെക്കാൻ കഴിയോ? ആ, അതാണിക്ക ഐഡിയ വേണമെന്ന് പറയണത്. അതിലൊരു ഡെക്ക് വിലയുണ്ട്. എന്താണത്? ഡൂക്ക് വിലക്കാണ് നമുക്കിത് കിട്ടണത്. ഇതിന്റെ ആവശ്യക്കാര് പറയണ വില തന്ന് ഇതങ്ങെടുത്തോളൂ. ആരാണ്ട് ആവശ്യക്കാര്? മാഷന്മാര്, വിമർശകര്, ബുക്ക് കച്ചവടക്കാര്. ആ, അവർക്കെന്തിനാപ്പോ? എന്റെ ഇക്കാക്കറിയോ ഈ ഇംഗ്ലീഷ് ബുക്കിന്റെ ഒക്കെ വില? 100 പേജുള്ള ഈ ബുക്കിന് എന്ത് വില ഉണ്ടാവുന്ന ഒക്കെ വിചാരിക്കണത്? ഒരു 5 ഉറുപ്പ്യ ഉണ്ടാവും. പള്ളി പോയി പറഞ്ഞാ മതി. ആ വിലക്കിപ്പോ ഡൂക്ക് മലയാളം ബുക്ക് കൂടി കിട്ടൂല. കണ്ടോ, ഇത് നോക്ക്, $10. $1 വില എത്രയാണെന്ന് അറിയോ കാക്ക്? എത്രയാണ്? 30 റുപ്യാന്ന് കൂട്ടിക്കോളി. അപ്പൊ എത്ര റുപ്യായി? 300 അല്ലേ? 300 ഉറുപ്പ്യ ഇതിനാ? അസ്തഗ്ഫിറുല്ലാഹ്. ഞമ്മക്കെന്ത് വില കൊടുക്കേണ്ടി വരും? 1-2 ഉറുപ്പ്യ. അപ്പോ എത്രക്ക് കൊടുത്താലും ലാഭമല്ലേ? അവർക്ക് എന്തിനാടാ ഈ പഴയ പുസ്തകങ്ങള്? ഇതൊക്കെ അപൂർവ പുസ്തകങ്ങളാണ്. എത്ര കാശ് കൊടുത്താലും കിട്ടാത്തത്. ഇതൊക്കെ വായിച്ചിട്ടാ ഓരോരുത്തര് ഡോക്ടറേറ്റ് എടുക്കണത്, നിരൂപകര് പ്രതിവാരം എഴുതണത്. ആ, ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. എന്ത് ചെയ്യാം, എന്റെ തലയിലെടുത്ത് പഴയ പത്രം വിൽക്കാനായി പോയി. നിന്റെ തലച്ചോറ് വല്ല കോൾഡ് സ്റ്റോറിൽ എടുത്തു വെക്കണം. കളിയാക്കണ്ടക്ക, കോയക്കും വരും ഒരു കാലം. സാറേ എന്താടോ? പഴയ കടലാസ് എടുക്കോ? എത്ര കിലോ ഉണ്ട്? ഇതാണ്. ആ, ബാക്കി നോക്കണോ പോയാ? ഓ, ഇത് നോവലാണല്ല. ആരെഴുതിയതാണ്? നീ അപ്പം നിന്നാണ്ട് കുഴി എണ്ണാൻ നോക്കടാ. ഇത് ഞാൻ തന്നെ എഴുതിയതാണ് സർ. പത്രക്കാർക്കൊന്നും വേണ്ട, എല്ലാവർക്കും പ്രസിദ്ധന്മാരുടെ കൃതികൾ മതി. ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും അവർക്ക് ക്ഷമയില്ല. പിന്നെ എന്തിനാണിത് വിൽക്കുന്നത്? സാഹിത്യം എഴുതി എഴുതി ഉള്ള ജോലിയും പോയി, ജീവിക്കാൻ വഴിയില്ല, കൈനീട്ട് ശീലവുമില്ല. ആർക്കും വേണ്ടാത്ത ഈ നോവൽ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഒരു നേരത്തെ ചായയെങ്കിലും കുടിക്കാലോ എന്ന് വിചാരിച്ചു. പാവം, ഈ രാജ്യത്ത് സർഗപ്രതിഭകളുടെ പതനം. നീ അത് തൂക്കി നോക്കിയിട്ട് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്കടാർന്ന്. തൂക്കിയെടുത്താൽ ഇതിന് 1-2 ഉറുപ്പികയെ കിട്ടൂ സാറേ. പക്ഷേ ഒരു പ്രതിഭയുടെ പേറ്റുനോവ് മറ്റൊരു പ്രതിഭയ്ക്കേ അറിയാവൂ. അതുകൊണ്ടിതാ 10 ഉറുപ്യ, ഇത് പിടിച്ചോ. 10 ഉറുപ്പ്യേ? അസ്തഗ്ഫിറുല്ലാഹ്, അനക്ക് പ്രാന്ത് പിടിച്ചു പോയാ? ഇത് ഇക്കാക്കാന്റെ അക്കൗണ്ടിൽ നിന്നല്ല, എന്റെ സ്വന്തം കീശയെന്നാ. ഇക്ക വിഷമിക്കണ്ട. പത്ര മുതലാളികൾക്ക് അറിയില്ല നൊമ്പരപ്പെടുന്ന ഒരു സാഹിത്യ ഹൃദയത്തിന്റെ ഉത്കടമായ വേദനകൾ. സാറേ, ഞാൻ പോകട്ടെ സാർ. കോയാ, അന്റെ ദൂരത്ത് ഇത്തിരി ഏറി പോകുന്നുണ്ട്. ഈ ചവറ് സാധനങ്ങൾക്ക് എന്ത് വിചാരിച്ചിട്ടാ നീ 10ന്റെ നോട്ടെടുത്ത് കൊടുത്തേ? ഇക്ക, അത് കാര്യാക്കണ്ടക്ക. മൗനരോദനങ്ങൾ.
നോവൽ. രചന ഈ പേര് കേട്ടിട്ടില്ലല്ലോ. നീ അതും വായിച്ചിരിക്കാണ്ട് ആ കണക്കൊക്കെ ഒന്ന് കുത്തിയെടുക്കാൻ നോക്ക്. അസ്തിത്വത്തിന്റെ മുൾമുനയിൽ പിടയുന്ന ഒരു മനുഷ്യൻ. അയാളെന്തിനീ ഭൂമിയിൽ വന്നു? അയാളുടെ നിയോഗം എന്തായിരുന്നു? അവളുടെ വിഹ്വലതകളിൽ അയാൾ തന്റെ ഉണ്മയെ കണ്ടറിഞ്ഞു. ജന്മാന്തരങ്ങളിലൂടെ അവരുടെ ബന്ധം സാഫല്യം തേടുകയായിരുന്നു. കൊള്ളാം കൊള്ളാം, 10 തുടക്കം. ഇക്ക, എന്താണടാ? എനിക്ക് ഒരു ഐഡിയ. ഇത് നമുക്ക് മത്സരത്തിന് അയച്ചാലോ? എന്ത് മത്സരം? കേരള രോമാഞ്ച അവാർഡ്. 20,000 ഉറുപ്പികയും അവാർഡും പ്രശസ്തി പത്രവും ഒക്കെ കിട്ടും. വല്ലോരും എഴുതിയ നോവലിന് നമുക്ക് എങ്ങനെയാണ്ടാ അവാർഡ് കിട്ടുന്നത്? ഇത് കാശ് കൊടുത്ത് വാങ്ങിയതോടെ നമ്മുടേതായില്ലേക്ക. ഇപ്പോ നമ്മളാണ് ഇതിന്റെ അവകാശികൾ. ആ, അത് ശരിയാണോടാ? ശരിയാണോ എന്ന് ചോദിച്ചാൽ, തെറ്റുകളുടേതായി ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാതിരിക്കലാണല്ലോ തെറ്റ്. ആ, അത് ശരിയാ. എന്നാൽ ഞാനൊരു കൈ നോക്കാം. പൊട്ടഭാഗ്യത്തിന് കിട്ടിയാലോ? ഇക്കാക്കാന്റെ പേരിൽ തന്നെ അയക്കാം. കുട്ട്യാലി കുണ്ടുങ്ങൽ. എന്തിനാണ്ടാ അങ്ങനെ പേരുന്നത്? ഞമ്മളെ പാപ്പാന്റെ പേര് മുമ്പിൽ ചേർത്താ മതി. സീതാരിക്കുട്ടി മകൻ കുട്ടിയാലി. അത് പോരിക്ക. നോവലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോ ആ പേരിന് ഒരു ഗുമ്മ് വേണം. ആ, എന്താച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അപ്പോഴേ അയാൾക്ക് കൊടുത്ത 10 ഉറുപ്യ, പിന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് അയക്കാനുള്ള സ്റ്റാമ്പിന്റെ പൈസ, ഇതൊക്കെ തരണം. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം പോവലേ പോയാ? പിന്നെ കൈ തന്നെ അത് മീൻ പിടിക്കാൻ പറ്റുക. കിട്ടിയ 20,000, പോയാലോ വെറും 20. ആ, എന്തെങ്കിലും ആട്ടെ. ലോട്ടറി ടിക്കറ്റ് എടുത്തതെന്ന് വിചാരിക്കാലോ. ആ, ഇന്ന എന്താണോ? എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണം. ഏതാടോ? ABCDWXYZ ഏതാ പറ. അതൊന്നുമല്ല, ഞാൻ ചെവിട്ടിൽ പറയാം. എന്താ റേറ്റ്? 250. ഓ മൈ ഗോഡ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 250 ഉറുപ്പ്യ. പിന്നെന്ത് വിചാരിച്ച്? ഒരു 100 രൂപ തരാം. BSc അല്ലേ മോനെ? 100 ഉറുപ്പ്യക്ക് ഇക്കാലത്ത് ഒരു ചെരുപ്പ് പോലും കിട്ടില്ല. ഇത് ഷുവർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാലും ഒരു 150 പോരെ? താനെന്താ വിചാരിച്ചത്? മത്തിക്കച്ചവടാണെന്നോ? 200 ഉറുപ്പ്യ തന്നിട്ട് പോയിക്ക മോനെ. പിന്നെ ആരും അറിയും വേണ്ട. ശരി, അതാ. പിന്നെ മറ്റ് സബ്ജക്ട്സ് കൂടി വേണ്ടി വരും. എല്ലാം ഓരോന്ന് എനിക്ക് മാറ്റി വെച്ചേക്കണേ. ഓ, പിന്നല്ലാണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആൻസർ പേപ്പർ വരെ കോയോട് പറഞ്ഞാ മതി. എന്നാ ശരി, ഞാൻ പോട്ടെ. ഓ, നിനക്ക് 1ാം റാങ്ക് തന്നെ കിട്ടട്ടെ മോനെ. കോയാ, എന്താ കുട്ടിയാലിക്കാ? എന്തിനാ ചക്കൻ വന്ന്? ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുത്ത് കിട്ടിയ? കിട്ടി. എന്ത് കിട്ടി? 100. അത് വലിയ കുറവായി പോയില്ലേ? ഇക്കാക്കിപ്പോ എത്ര കിട്ടിയാലും മതിയാവാണ്ടായില്ലേ? ഞമ്മക്കിതിന് വല്ല ചെലവും ഉണ്ടോക്ക? പരീക്ഷ ആപ്പീസെന്ന് അടിച്ചു വാരി കളയണ കടലാസ്, കിലോ കണക്കിന് തൂക്കി വാങ്ങുന്ന കടലാസ്, അതിൽ ഒരെണ്ണത്തിന് 100 ഉറുപ്പ്യ കിട്ടിയാ പോരെ? എന്നാലും അവന്മാരെന്ത് വില തരാനും തയ്യാറാവുമ്പോ എന്ന് വെച്ച് തീവട്ടിക്കൊള്ള നടത്തിയാൽ പടത്തം പോർക്ക് വെക്ക. ഈ കുട്ടികള് നാളെ വലിയ വലിയ ഉദ്യോഗക്കാരായി വരേണ്ടവരാണ്, അതോർക്കണം. കുട്ടിയാലിക്ക, 8എങ്കിൽ 8 കിട്ടുന്നതായി എന്നോർത്ത് പടച്ചോനെ സ്തുതിക്ക്. കോയാ, ഇപ്പൊ എല്ലാ ഡിഗ്രിയുടെയും ക്വസ്റ്റ്യൻ കടലാസ് നമ്മളെടുത്തില്ലേ? പിന്നെന്താ ഇങ്ങനെ പോയാല് നമുക്കൊരു സമാന്തര സർവകലാപശാല തന്നെ ഉണ്ടാക്കാമെന്നാ തോന്നുന്നത്. അന്റെ ബുദ്ധി അപാരം, അപാരം. മാരൊന്നോർന്ന് കൊടുക്കി. നമസ്കാരം. നമസ്കാരം. ഞാൻ രാജ്യദ്രോഹി പത്രത്തിന്റെ കുണ്ടായിത്തോട് പ്രതിനിധി. ഓഹോ, നിങ്ങളല്ലേ മിസ്റ്റർ കുട്ടിയാലി? അതിനെന്താ സംശയം? ഇതെന്ത് പെണ്ണ് പത്രക്കാരിയാ? ശബ്ദം കേട്ടിട്ട് ഒരുമാതിരി ആളും. ഐ ഹാവ് എ പ്ലസന്റ് സർപ്രൈസ് ടു യു കുട്ടിയാലി. കേട്ടാൽ ഞെട്ടരുത്, തല ചുറ്റരുത്, താഴെ വീഴരുത്. നമ്മളെ പയ്യ തന്നെ ഇല്ലേ? ഓ, പയ്യ തന്നെ ഉണ്ട്. പിന്നെ മുഖവരെയും അവതാരിക ഒന്നും ഇല്ലാണ്ട് കാര്യം പറയണ്ട മോളെ. ഇടയിൽ കയറി സംസാരിക്കുവാൻ ഇയാളാരാ? ഇയാൾ നമ്മളെ പിയല്ലേ? ഓ, ഐ സി.
ദി മാൻ ബിഹൈൻഡ് യുവർ ഗ്രേറ്റ് സക്സസ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത നമ്മളോടൊപ്പം പങ്കുവെക്കുവാൻ ഇയാളെ കൂടി നമുക്ക് അനുവദിക്കാം. അതിലെന്താ സംശയം? എന്നാൽ ഞാൻ പറയട്ടെ, പറഞ്ഞുകൊണ്ട് തൊലയ്ക്ക്. അവാർഡ് ഏതാശുപത്രിയുടെ വാർത്ത? വെറും വാർഡല്ല, പേവാർഡുമല്ല, അവാർഡ്, സാക്ഷാൽ അവാർഡ്. കേരള രോമാഞ്ച് അവാർഡായിരിക്കും. ഷുവർ. എങ്ങനെ മനസ്സിലാക്കി? ഭയങ്കര ക്രാന്തദൃഷ്ടിയാണല്ലോ. അത് പിന്നെ നമ്മളല്ല അയച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, മിസ്റ്റർ കുണ്ടങ്ങൽ കുട്ടിയാലി, ഓ, മലയാളത്തിലെ ഈ പ്രസ്റ്റീജിയസ് അവാർഡ് ആദ്യമായി ലഭിക്കുന്ന മഹാസാഹിത്യകാരനാണ് താങ്കൾ. ഞാനോ? അതെ, ആ വിവരം ആദ്യമായി അങ്ങേ അറിയിക്കുവാനുള്ള ഭാഗ്യം ഈ ഉള്ളവൾക്കാണുണ്ടായത്. ആ നിലയ്ക്ക് ആദ്യത്തെ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പറച്ചോനെ, ഞാനീ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണ്. കോയ, നമുക്ക് ഈ പൈസ കിട്ടിയാല് ഈ പൊറിയൊക്കെ ഒന്ന് പൊളിച്ച് ഒരു ബാർക്കിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് ആലോചിക്കാൻ നിൽക്കാം. ഇപ്പോ ഈ രാജ്യദ്രോഹി എങ്ങനെയെങ്കിലും പറഞ്ഞുവിട്. രാജ്യദ്രോഹി, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇന്റർവ്യൂ. കോയ, ഒരു 2 കിലോ ഓല പറഞ്ഞു തൂക്കി കൊടുക്ക്. ഒരു സന്തോഷ വർത്താനം കൊണ്ടുവന്നല്ലേ. മണ്ടത്തരം പറയാതെക്ക, അവര് കേൾക്കും. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അഭിമുഖ സംഭാഷണം എന്നാണ്. അതെന്താണ് ഇപ്പൊ ഇത്ര അധികം പറയേ? ഓലിക്ക് ഞമ്മളോട് ഇഷ്ടം തോന്നി, ഇത്തിരി കായ് തരാന്ന് വെച്ച്. വിണ്ണിനെ വിളക്കിയിടുന്ന ഈ മംഗല മഹാശക്തി ഇത്രയും കാലം അങ്ങയിൽ എങ്ങനെ ഉറങ്ങിക്കിടന്നു എന്നാണ് ഈ രാജ്യദ്രോഹി അറിയുവാൻ ആഗ്രഹിക്കുന്നത്. അത്ര നേരമൊന്നും ഞമ്മൾ ഉറങ്ങാറില്ല. അബ്ബര് സ്വബേക്കിനി അവോക്കരുടെ മക്കാനിൽ പോയി ഒരു കാര്യ പഠിച്ചിട്ട് നിസ്കരിക്കാൻ പോകും. ആട്ടെ, പുലർച്ചെ തന്നെയാണോ അങ്ങേക്ക് ഈ പ്രചോദനമുണ്ടാവാറ്? കാര്യാപ്പ് കുടിച്ച അപ്പൊ തന്നെ ശോധന ഉണ്ടാവും. അയ്യോ ഇക്കാ, ശോധന നടന്ന കാര്യമല്ല ഇക്കാ ചോദിച്ചത്. അങ്ങയുടെ മാതാപിതാക്കന്മാർക്ക് ആർക്കെങ്കിലും വാസനയുണ്ടായിരുന്നു? ഇല്ല, അതിന് അവര് ദിവസവും സോപ്പ് തേച്ചേ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ വാസന അല്ലേക്കാ, പിന്നെ സാഹിത്യവാസന. ഓ, അത് ബാപ്പ കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നു, പിന്നെ ചില്ലറ രാഷ്ട്രീയവും. ഓ, ആട്ടെ, അദ്ദേഹം വല്ലതും കുത്തിക്കുറിക്കുമായിരുന്നു? പിന്നില്ലാണ്ടാ, ചാക്കിന്റെ കണക്കൊക്കെ പിന്നെ ആരാ കുത്തിക്കുറിക്കായിരുന്നു? അല്ലോ അതല്ലേക്ക, അദ്ദേഹം എഴുതാറൊന്നും ഇല്ലായിരുന്നു മിസ് രാജ്യദ്രോഹി. താങ്കളുടെ ആദ്യത്തെ സൃഷ്ടി ഏതാ? അത് നമ്മളെ മൂത്ത മോൻ തന്നെ, ഉസ്മാൻ അലി. അതല്ലിക്ക, സാഹിത്യ രചനയെ കുറിച്ചാ ചോദിച്ചത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കലാസൃഷ്ടിയാണിത്. ഓ, വണ്ടർഫുൾ. ആദ്യത്തെ കൃതി തന്നെ അവാർഡ് നേടുക, അതും ഏറ്റവും വലിയ സാഹിത്യ അവാർഡ്. ഈ കിടക്കുന്ന പത്രമാസികകളും പുസ്തകങ്ങളും ഒക്കെ താങ്കൾ വായിച്ചു കൂട്ടിയത് ഈ മഹത്തായ കലാസൃഷ്ടിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ഒരായുഷ്കാലത്തെ തപസ്യ. വണ്ടർഫുൾ. ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ. അതിരിക്കട്ടെ, എപ്പോഴാ കിട്ടുക? അത് അടുത്ത 21-ന്. ഉറപ്പല്ലേ? പിന്നെ എന്താ സംശയം? അല്ല, അത്രയും വല്ലതും തിരിയാൻ പറ്റുമെന്ന് നോക്കാലോ. അതൊക്കെ വലിയ സമ്മേളനത്തിൽ വെച്ചായിരിക്കും. കലാവിരുദ്ധ വകുപ്പ് മന്ത്രിയായിരിക്കും അന്ന് അവാർഡ് നൽകുക. അല്ലാ, നമുക്കൊന്ന് കാണാനാ. ജയിച്ചു പോയ പിന്നെ മൂപ്പറെ കണ്ടിട്ടില്ല. ജസ്റ്റ് എ മിനിറ്റ്, ഒരു ഫോട്ടോയ്ക്ക് കൂടി പോസ്റ്റ് ചെയ്തു തരണം. ഓ, അതിനെന്താ, ഇഷ്ടം പോലെ എടുത്തോ. പിന്നെ രാജ്യദ്രോഹി, ഒരു കോപ്പി വലുതാക്കി ഫ്രെയിം ചെയ്ത് ഞമ്മക്ക് തരണം. അതിനെന്താ, നിങ്ങളോടൊപ്പം ഈ ഹർഷോന്മാദം പങ്കുവയ്ക്കുവാൻ കിട്ടിയ ഈ അസുലഭ മുഹൂർത്തത്തിന് അഹമഹമികയാ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിതാ പിൻവാങ്ങുകയായി. കോയ, കോയ. എന്താണിക്ക? അല്ല, വേറൊരു രാജ്യദ്രോഹി വരുന്നുണ്ടല്ലേ കോയ. സാറേ, സാറേ. എന്താണമ്മേ, എന്താണമ്മേ? രക്ഷിക്കണ സാറേ. എന്താ എനിക്ക് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തുടക്കി. എന്റെ മോള് ജലപാനം പോലും കൊല്ലാണ്ട് ബോധം കെട്ട് കിടക്കുന്നു. അല്ലാ, എന്നാ വല്ല ഡോക്ടറെയും വിളിച്ച് കാണിച്ചൂടെ? അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ. നിശ്ചയമായും അവള് റാങ്ക് പ്രതീക്ഷിച്ചതാണ്. എന്നിട്ട് റാങ്കും ക്ലാസും പോയിട്ട് ജയിക്കെങ്കിലും വേണമല്ലോ. അവള് തോറ്റുപോയി സാറേ. അതിനിപ്പ എന്താ ചെയ്യാനാ? പടച്ചോന്റെ വിധിയാന്ന് കൂട്ടിക്കോളി. മാർക്കിട്ടപ്പോ തെറ്റിയതായിരിക്കും. റിവാലുവേഷൻ അപേക്ഷ കൊടുത്തോ? ഇല്ല സാറേ, അതിനാദ്യം ഉത്തരക്കടലാസ് കിട്ടണ്ടേ? ഇവിടെ ഉണ്ടായിരിക്കുന്ന തീർച്ചയാ. ഇത് പഴയ പത്രക്കടലാസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പീടിയല്ലേ? അതെ സാറേ, അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞു വന്നത്. നിങ്ങള് പേരും വിഷയവും ഒക്കെ തന്നിട്ട് പോയിക്കോളി. ഞാനിവിടെ ഒന്ന് തപ്പി നോക്കട്ടെ.
പിന്നെ ഇമ്മണി കാശിന് ചെലവുണ്ടാവും. അതായിക്കോട്ടെ സാർ. മോളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം. ഉത്തരക്കടലാസ് കിട്ടിയില്ലെങ്കിൽ മോള് ചത്തു കളയും. നിങ്ങള് സമാധാനമായി പോകും. ഞാൻ നോക്കിയിട്ട് വിവരം പറയാം. ഏതാനും നിമിഷങ്ങൾക്കകം അവാർഡ് ദാനം നിർവഹിക്കുന്നതാണ്. അദ്ദേഹം സ്ഥലത്തെത്തി റെസ്റ്റ് ഹൌസിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വാഗത പ്രസംഗം സംഹരിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി സുപ്രസിദ്ധ വിമർശക കോവിദനായ ശ്രീ ബാലകൃഷ്ണൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട അവാർഡ് ജേതാവ് ശ്രീമാൻ കുണ്ടുങ്ങൽ കുട്യാലി, നിങ്ങൾക്ക് എന്റെ വിനീത നീണ്ട നമസ്കാരം. നിങ്ങളുടെ ഈ കൊച്ചു പഞ്ചായത്തിൽ ഇത്ര വലിയ ഒരു പ്രതിഭാശാലി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കൃതിയിൽ വിശ്വവിഖ്യാതനായ ഉസ്ബെക് നോവലിസ്റ്റ് മൊളോട്ടോ മത്യാവോസിന്റെ സ്വാധീനമാണുള്ളതെന്ന് ലോകം അറിവാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലേ മിസ്റ്റർ കുണ്ടുങ്ങൽ? മുളയിട്ട മത്തി ഞമ്മക്ക് പേറ്റി ഇഷ്ടാണ്. അതെ, മിസ്റ്റർ മൊളോട്ടോ മത്യാവോസിന്റെ നോവലുകൾ റഷ്യൻ ഭാഷയിൽ തന്നെ വായിച്ചു പുളകം കൊണ്ടയാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. മന്ത്രി വരുന്നു. ഇതാ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഉപക്രമം നീട്ടുന്നില്ല. വളരെയധികം തിരക്കുള്ള അദ്ദേഹത്തെ അവാർഡ് ദാനത്തിനായി ഞാനിതാ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലവരായ നാട്ടുകാരെ, സാഹിത്യ നപുംസകം ശ്രീ ബാലകൃഷ്ണൻ നായരെ, അവാർഡ് ജേതാവായ കുണ്ടുങ്ങൽ സെയ്താലി അല്ല, കുട്ടിയാലി, നിങ്ങൾക്കൊക്കെ എന്റെ അഭിവാദനങ്ങൾ. കുപ്പയിലെറിയുന്ന കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും മാത്രമല്ല, വിസർജന വസ്തുക്കൾ പോലും ഉപയോഗമുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റാമെന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പത്രക്കടലാസിൽ നിന്ന് പുതിയ സാഹിത്യം രചിക്കാമെന്ന് മിസ്റ്റർ കുട്ടിയാലി തെളിയിച്ചിരിക്കുകയാണ്. ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ നമുക്ക് നോവൽ ഫാക്ടറികൾ തന്നെ ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ കേരള രോമാഞ്ചം അവാർഡ് കുണ്ടുങ്ങലിന്റെ അഭിമാനപുത്രനായ ശ്രീ കുട്ടിയാലിക്ക് ഞാൻ സമർപ്പിക്കുന്നു. അടുത്തതായി അവാർഡ് ജേതാവിന്റെ നന്ദി പ്രകടനം. എത്രയും ബഹുമാനപ്പെട്ട മന്ത്രിക്കും സഭാവാസികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. കഴിഞ്ഞ 10-36 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് കടലാസ് നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം. അത് മതിയാ. നമ്മുടെ മോൻ ഉസ്മാൻ അലിക്ക് ഒരു വിസ ശരിയാക്കിയതിന് പൈസ കൊടുക്കാൻ കഴിയാണ്ട് ഞമ്മളിങ്ങനെ വിഷമിക്കുമ്പോഴാണ് പടച്ചോൻ ഞമ്മക്കൊരു ഹൈർ തന്നത്. സന്തോഷായി. ഇനിയും നല്ല നല്ല സാഹിത്യങ്ങള് കുറഞ്ഞവർക്ക് കിട്ടുമെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നും നമ്മൾ ആശിക്കുന്നേ, നമ്മൾ നിർത്തുന്നേ. കുട്ടിയാലിക്ക, എന്തേ പോയാ? എല്ലാം കേമായില്ലേ? പ്രസംഗം കാലിക്ക്. അത് പിന്നെ ഈ അല്ലേ ഞമ്മളെ ഉസ്താദി. അതല്ല, ഞമ്മടെ വിസക്കാരന് പൈസ കൊടുക്കണം. ഇവിടെ എങ്ങനെയാണോ നിക്കുന്നുണ്ട് എന്നാ ഞമ്മള് സംശയം. ആളൊക്കെ ഒന്ന് പിരിഞ്ഞു പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കവർ പൊളിച്ചു നോക്കാം. ആദ്യമൊക്കെ പോയിന്ന്. നീ തന്നെ ഒന്ന് തുറന്നു നോക്ക്. ഇതോ
ഇക്കവറല്ല അക്ക, പിന്നെ അല്ലാണ്ട് ഞമ്മളെടുത്തായിരുന്ന കവറ് വേറെ ആയിരിക്കുന്നു. നോക്ക്. ഈ ഇതേന്ന് നോക്കുന്നത് എത്തിയുള്ളൂ ഞമ്മളെത്തി. ആ ഇതിലുള്ളത് 20 ഉറുപ്പ്യാണല്ലോ. 20 ഉറുപ്പ്യ നേരിട്ട് നോക്ക്. ആ ഇതാ. പറ്റിച്ച എന്റെ റബ്ബേ, കടക്കാരും മുഴുവനും ഞമ്മക്ക് ചുറ്റും കൂടിയതല്ല. സാരല്ല വലിയ സാഹിത്യകാരനൊക്കെ ആയില്ലേ, മുടക്ക മുതൽ തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്നാലും എന്റെ അവാർഡുകാരെ ഈ കുട്ടിയാലിനോട് വേണ്ടായിട്ടാ. കടലാസിന്റെ വീരപരാക്രമങ്ങൾ ജമാൽ കൊച്ചങ്ങാടി എഴുതിയ രൂപകം സമാപിക്കുന്നു. സംവിധാനം പുഷ്പ. അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര, വിനീത് തിക്കോടി, VK ഭാസ്കരൻ, KN റോഷൻ ബിജ്ലി, ഗ്ലോറി ജോർജ്, LC മാത്യു, ഗിരിജ രവീന്ദ്രൻ, സാം തോമസ്, NM വാസു.